ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു 10 കിലോ വാട്ടിൻ്റെ, അതായത് 10 കിലോ വാട്ട് വരുന്ന സോളാർ സിസ്റ്റമാണ്. അതിൻ്റെ ജസ്റ്റ് ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളും, അതായത് ജസ്റ്റ് അതിൻ്റെ സ്റ്റാൻഡിൽ ഉറപ്പിക്കുന്ന വീഡിയോസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന V-Guardൻ്റെയാണ് പാനൽ കൊടുത്തിരിക്കുന്നത്. മോണോപെർക്ക് ഹാഫ് കട്ട് ബൈഫേഷ്യൽ പാനലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബൈഫേഷ്യൽ പാനൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. അതായത് ജസ്റ്റ് രണ്ട് സൈഡും നമുക്ക് എഫിഷ്യൻസി കൂടുതൽ, അതായത് മുകളിൽ വെളിച്ചം വരുന്ന സൂര്യപ്രകാശം അടിക്കുന്ന പോലെ തന്നെ ഒരു 20% കൂടുതലായിരിക്കും. അതിൻ്റെ താഴെ നിന്നുള്ള റിഫ്ലക്ഷൻ വരുന്ന സമയത്ത് കണ്ടോ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ, അതിൻ്റെ ഗ്യാപ്പുകൾ കാണാൻ സാധിക്കും. താഴത്തെ സെല്ലിലും സൂര്യപ്രകാശം, അതായത് താഴെ നിന്നുള്ള റിഫ്ലക്ഷൻ അടിച്ചാലും 20% എക്സ്ട്രാ സാധാരണ ബൈഫേഷ്യൽ പാനലിനെ അപേക്ഷിച്ച് 20% കൂടി എഫിഷ്യൻസി കൂടുതൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ V-Guardൻ്റെയാണ് വെച്ചിരിക്കുന്നത്. 540 വാട്ടിൻ്റെ 19 പാനലാണ് കൊടുത്തിരിക്കുന്നത്. 10 കിലോ വാട്ടിന് 19 പാനൽ കൊടുത്തിരിക്കുന്നു. 24 വോൾട്ടേജാണ് ഓരോതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഒരു ഷോർട്ട് സർക്യൂട്ടിൽ വരുന്ന സമയത്ത് 13.8 ആംപിയർ നമുക്ക് ഓരോ പാനലിൽ നിന്നും നമുക്ക് ലഭിക്കും. അപ്പോൾ മൊത്തം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 19 പാനൽ 10 കിലോ വാട്ടിന് വേണ്ടിയിട്ട് ഏകദേശം 16 വാട്ട്സിന് മുകളിലേക്ക് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡ് കാര്യങ്ങൾ ഉറപ്പിച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത്യാവശ്യം ഏകദേശം ഒരു 30 കിലോ വെയിറ്റ് വരുന്ന പാനൽസാണ് ഒരു പാനലിന് വെയിറ്റ് വരുന്നത്. അപ്പോൾ അതിനുള്ള രീതിയിൽ വേണം സ്ട്രക്ചർ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അതേ രീതിയിൽ തന്നെയാണ് സ്ട്രക്ചർ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ സ്ട്രക്ചർ ചെയ്യണം. കാരണം ഏറ്റവും ഇമ്പോർട്ടൻസ് ഇതാണ്. കാരണം ഏറ്റവും ഔട്ട്സൈഡ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കാറ്റ് പിടിക്കുന്ന ഏരിയ, ഏറ്റവും കൂടുതൽ ഡാമേജ് കാര്യങ്ങൾ വരാനുള്ള ചാൻസസ് ഒക്കെ വരുന്ന ഏരിയകളിൽ ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പാനൽ കാര്യങ്ങളൊക്കെ ഉറപ്പിക്കുന്ന സമയത്ത് വളരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബേസ്മെൻറ്റ് കൊടുത്തിട്ട്, നമ്മളിപ്പോൾ ശരിക്കും വീടിൻ്റെ ട്രസ് വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ പോലെ ചാനൽ കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുത്ത് ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത്രയും സ്ട്രോങ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ അത് പാനലിന് നഷ്ടം വരും, ഫിസിക്കൽ ഡാമേജാണ്, പാനലിന് വാറണ്ടി കാര്യങ്ങൾ കിട്ടുകയില്ല. അപ്പോൾ നമ്മളിവിടെ മൊത്തം ഉപയോഗിച്ചിരിക്കുന്നത് V-Guardൻ്റെയാണ് പാനൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടാൽ തന്നെ പെട്ടെന്ന് ബൈഫേഷ്യൽ പാനൽ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഓരോ ചാനൽ അതിപ്പോൾ ഈ കാണുന്നുണ്ട്, ഓരോ സെല്ലുകളാണ് ഈ കാണുന്നത്. ഓരോ സെല്ലുകളുടെ ഗ്യാപ്പിൽ വെളിച്ചം ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാൻ സാധിക്കും. ആ ട്രാൻസ്പെറൻ്റ് അത് ഉദ്ദേശിക്കുന്നത് താഴെ നിന്നും വെളിച്ചം, അതായത് താഴെ നമ്മൾ നോർമൽ ലെവലിൽ പാനലിൻ്റെ ഏറ്റവും മുകളിലാണ് നമുക്ക് സൂര്യപ്രകാശം കിട്ടുന്ന സമയത്ത് വോൾട്ടേജ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പാനലിൻ്റെ ഏറ്റവും താഴെ നിങ്ങൾക്ക് ആ ഓരോ സെല്ലുകളും കാണാൻ സാധിക്കും. അതിലേക്ക് വെളിച്ചം അടിച്ചാലും നമുക്ക് ഒരു 20% എക്സ്ട്രാ ഇതിലേക്ക് കൂടുതൽ കിട്ടുന്ന രീതിയിലാണ് ബൈഫേഷ്യൽ പാനൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബൈഫേഷ്യൽ പാനൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് താഴെ നമുക്ക് റിഫ്രഷൻ കിട്ടുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. അത് കൂടുതലും ആൾ ഉപയോഗിക്കുന്നത് വൈറ്റ് സിമെൻറ്റ് അല്ലെങ്കിൽ വൈറ്റ് പ്രതലമായിട്ട് താഴെ നമ്മൾ ക്ലിയർ ചെയ്തിടും. അതായത് താഴെ വരുന്ന ഏരിയ, ബേസ്മെൻറ്റ് ഉറപ്പിച്ചിരിക്കുന്ന ഏരിയകളിൽ വെളിച്ചം അടിച്ച് റിഫ്ലക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് കളറിലുള്ള എമൽഷനോ അതുപോലെ തന്നെ പുട്ടിയോ അങ്ങനെ കാര്യങ്ങൾ അടിച്ച് ക്ലിയർ ചെയ്തിടും. അപ്പോൾ അതിൽ നിന്ന് വരുന്ന റിഫ്ലക്ഷൻ നേരെ വീണ്ടും പാനലിൻ്റെ അടിയിലേക്ക് തട്ടും. ഒരു 20% എക്സ്ട്രാ നമുക്ക് കൂടുതൽ കിട്ടുന്ന രീതിയിലാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്. ഇനി ഈ റിഫ്ലക്ഷൻ കൂടുതൽ കിട്ടുന്ന ഐഡിയാസ് നമുക്കുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് എന്തെങ്കിലും പല ഐഡിയാസ് നമുക്ക് യൂസ് ചെയ്യാം. പല ഐഡിയാസ് യൂസ് ചെയ്താൽ അത്രയും പ്രൊഡക്ഷൻ നമുക്ക് കൂടുതൽ കിട്ടും. എന്നിരുന്നാലും നമുക്ക് സാധാരണ മോണോപെർക്ക് ഹാഫ് കട്ട് പാനലിനെ അപേക്ഷിച്ച് ബൈഫേഷ്യൽ പാനൽ 20% കൂടി എക്സ്ട്രാ പ്രൊഡക്ഷൻ നമുക്ക് കൂടുതൽ കിട്ടും. അത് ഈ 20% ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ മഴക്കാലത്താണ് കൂടുതൽ നമ്മൾ ആ ഒരു 20% എന്ന് പറയുന്നത് നല്ലൊരു പെർസെൻറ്റേജ് ആയിരിക്കും. അപ്പോൾ മഴക്കാലത്തൊക്കെ നമുക്ക് 20% കൂടി എക്സ്ട്രാ കിട്ടുക എന്ന് പറയുന്നത് സാധാ പാനലിനെ അപേക്ഷിച്ച് വീണ്ടും കുറച്ചുകൂടി കൂടുതലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്. ഈ 10 കിലോ വാട്ട്സ് 5 കിലോ വാട്ട്സ് 3 കിലോ വാട്ട്സ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. ഇവിടെ നമ്മൾ ഫുള്ള് യൂസ് ചെയ്യുന്നത് V-Guardൻ്റെയാണ്. മൊത്തം ഇൻവെർട്ടർ കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്നത് V-Guardൻ്റെ പാനൽ, V-Guardൻ്റെ വയേഴ്സ് ആണെങ്കിലും V-Guardൻ്റെ എല്ലാ ഫുൾ സെറ്റ് കാര്യങ്ങൾ, SPDT കാര്യങ്ങളെല്ലാം ആണെങ്കിലും MPPT അതുപോലെ തന്നെ വിത്ത് വരുന്ന V-Guardൻ്റെ തന്നെ ഇൻവെർട്ടർ സിസ്റ്റമാണ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ മറക്കണ്ട, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക, ലൈക്കും കൂടി ചെയ്തേക്കുക, ഷെയറും കൂടി ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇതിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ ലഭിക്കും. തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്കും കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.